ഘട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരു ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. അതെ, അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കാരണം പ്രധാനമായിട്ട് ഞാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ സിനിമ പഠിച്ചത് അദ്ദേഹം സ്വന്തം പടം കാണിച്ചിട്ട് അതെന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അത് വലിയ ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു എനിക്ക്. അദ്ദേഹത്തിന് മേജർ ഫിലിംസ് ഒക്കെ അതിന് മുമ്പേ എടുത്തിരുന്നു. അതെ അതെ, കോമൾ ഗാന്ധാർ, അതെ അതെ, സുവർണ്ണരേഖ. അദ്ദേഹം പണിയൊന്നുമില്ലാതെ ആരും അതിന് കൊടുക്കത്തുമില്ല. അങ്ങനെ ആ കണ്ടീഷനിൽ കൽക്കട്ടയിൽ കഴിഞ്ഞപ്പോൾ സത്യജിത്രയും ഇന്ദിരാഗാന്ധിയോടെ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു സിനിമയ്ക്ക് പറ്റി നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈസ് പ്രിൻസിപ്പലും പ്രൊഫസർ ഓഫ് ഡയറക്ഷനായിട്ടാണ് അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ 2ാം വർഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഘട്ടക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും കുടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകം കാണുമായിരുന്നു. എന്നിട്ട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു, എഴുതുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പടങ്ങൾ കാണിച്ചിട്ട് ഒരിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം റേയുടെയൊക്കെ പടം അദ്ദേഹം കാണിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. ഒരിക്കൽ പിന്നെ അപരാജിത കാണിച്ചിട്ട് ഒരു സീക്വൻസ് വന്നപ്പോൾ പറഞ്ഞു, ലുക്ക് ഹിയർ ഈസ് ഗ്രേറ്റ് സിനിമ എന്ന് പറയുമായിരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ പരസ്പര ശത്രുക്കളായിരുന്നു എന്നാണ് ചിത്രീകരിച്ച് വന്നിരിക്കുന്ന ആളുകൾ. റേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് സംബഡി ഹു ഹാഡ് സിനിമ റണ്ണിങ് ഇൻ ഹിസ് വെയിൻസ് എന്നാണ് റേ പറയുന്നത്. അങ്ങനെയുള്ള അപ്രീസിയേഷനാണ് ഇങ്ങനെയെങ്കിലും വിട്ടത്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പൂനെയിലേക്ക്. അവർ പൂനെ 2-3 കൊല്ലം നിന്നുള്ളൂ അദ്ദേഹം. നമ്മൾ പലപ്പോഴും ഘട്ടക്കിനെയും ജോണിനെയും താരതമ്യപ്പെടുത്താറുണ്ട്. അത് എനിക്കൊന്നും മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം ഘട്ടക്കിൻ്റെ ഈ ഗ്രേറ്റ് വർക്ക്സ് എന്നൊക്കെ പറയുന്നത് അധികം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അജാന്തരിക്ക് തൊട്ട് ഈ കോമൾ ഗാന്ധാറും ഇതൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ പടങ്ങളും അധികം ചെയ്തു കഴിഞ്ഞിരുന്നു. അവസാനമാണ് നടക്കാതെ പോയത്. ഈ പിന്നീട് ഈ ജുക്തി താക്കോ ഒരു ഗാപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ആ പടം വരെ ചെയ്തു. അനാരോഗ്യമുള്ള അവസ്ഥയിൽ രക്തം ചതച്ചുകൊണ്ടൊക്കെ അധികം ആ പടം സിനിമയുള്ള അത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ജോണിനുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ജോൺ ഇവിടുത്തെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു. ജോൺ എല്ലാ കമ്പനിയിലും ഉണ്ട്. ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾ ആരോ പറഞ്ഞിട്ടുണ്ട്, ജോൺ ഏത് സമയം വരാം എന്ന് പറയുമായിരുന്നു. ജോണിൻ്റെ ഒരു അവധൂതനായിരുന്നു ജോണ്.